ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഷർട്ടിൻ്റെ ഉള്ളിൽ ഇടുന്ന ആ ഒരു പേപ്പറില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു കളർ മാറ്റാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് കളർ പേപ്പറും കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിനെ ഹാഫായിട്ട് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളൊരു ക്രിസ്മസ് തീമിലാണ് ചെയ്യുന്നത്, ഒരു ക്രിസ്മസ് കാർഡാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ കാർഡിൻ്റെ രണ്ട് സൈഡിൽ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് താഴത്തെ ഭാഗത്ത് സെൻറ്റർ മാർക്ക് ചെയ്തതിൽ നിന്ന് രണ്ട് സൈഡിലോട്ടും ഈക്വൽ ഡിസ്റ്റൻസിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. മുകളിൽ ആ സെൻറ്റർ മാർക്ക് ചെയ്തല്ലോ, അതിലൂടെ ഇങ്ങനെ വരച്ച് ഒരു ട്രയാങ്കിൾ പീസാക്കി എടുക്കുകയാണ് കേട്ടോ. ട്രയാങ്കിൾ പീസല്ല, ട്രയാങ്കിൾ ഷേപ്പ് വരച്ചെടുക്കുകയാണ്. അതിനുശേഷം ഓരോ സെൻറ്റിമീറ്റർ വീതം രണ്ട് സൈഡിലോട്ടും അങ്ങനെ പോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെന്തിനാണെന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ഓരോ സെൻറ്റിമീറ്റർ വീതമാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ ഫൈനൽ ലുക്ക്. അതിനുശേഷം അതിലോട്ട് നമ്മൾ സൂചി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ. ഹോളുകൾ ഇട്ട് കൊടുക്കുകയാണ്. ആ ഒരു 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തില്ലേ, അവിടെ നമ്മൾ ഹോളുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. രണ്ട് സൈഡിൽ നമ്മൾ ഇതേപോലെ ഹോളുകൾ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഡെയിലി ഇപ്പോൾ ക്രിസ്മസ് വീഡിയോസ് ഇടുന്നുണ്ട് സീരിയസ് ആയിട്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ താഴെ നമ്മൾ ഒരു മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് സെൻറ്ററിൽ നിന്ന് രണ്ട് സൈഡിലോട്ടുമായിട്ട് ഇങ്ങനെ ഒരു ഷേപ്പും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ആ പെൻസിൽ കൊണ്ട് വരച്ചതെല്ലാം അത് നമ്മൾ റബ്ബ് ചെയ്ത് കളയാണ് കേട്ടോ. അതായത് ആ ട്രയാങ്കിൾ ഷേപ്പ് മാത്രം, ബാക്കി നമ്മളൊരു റെക്റ്റാങ്കിൾ പീസ് പോലെയാണ് താഴത്തോട്ട് വരയ്ക്കുന്നത് കേട്ടോ. പെൻസിൽ കൊണ്ട് റബ്ബ് ചെയ്ത് കളയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ മാർക്കിങ് അങ്ങനെ തന്നെ കാണും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ കുത്തി കൊടുത്താലും ഇനി അതിൻ്റെ ആവശ്യമില്ല, കുത്തു മാത്രം മതി. ഇനി നമ്മൾ ഇതിലോട്ട് ഗ്രീൻ കളർ നൂല് സൂചിയിൽ കോർത്തെടുത്തേക്കാണ്. കുറച്ചധികം സ്റ്റാൻഡ്സ കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളിൽ നിന്ന് പുറത്തോട്ടാണ് നമ്മളിതാ ഇങ്ങനെ കണ്ടോ എടുത്തിട്ട് ഉൾഭാഗത്ത് തന്നെ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. അതായത് ഉള്ളിലത്തെ ഭാഗത്താണ് നമ്മൾ കോർത്തിട്ട് പുറത്തോട്ട് എടുക്കുന്നത്. എന്നിട്ട് അവിടെ നന്നായിട്ട് കെട്ടിട്ട് കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് ഒരു ബീഡ് അല്ലെങ്കിൽ 2 ബീഡ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് 2-3 ബീഡൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഓപ്പോസിറ്റ് കറക്റ്റായിട്ട് വരുന്ന പോലെ ഇതേപോലെ കുത്തി താഴത്തോട്ട് ഇറക്കി കൊടുക്കാം. ഓക്കെ. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് അവിടെ നിന്ന് തന്നെ ഇറക്കി ആ ഭാഗത്ത് നിന്ന് തന്നെ തൊട്ട് മുകളിലോട്ട് കുത്തിയെടുക്കുക. അതിനുശേഷം അതിലോട്ട് വീണ്ടും ബീഡ്സ് കോർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ സൂചിയിൽ ബീഡ് കയറിയില്ലെങ്കിൽ കുറച്ച് പടിയാണ് കേട്ടോ. വീണ്ടും നമ്മൾ ഇതാക്കേണ്ടി വരും. എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് കുത്തി കൊടുക്കുക. ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതേ കണ്ടോ അതിൻ്റെ തൊട്ട് മുകളിൽ ഇതേപോലെയാണ് കുത്തിയെടുക്കുന്നത്. വീണ്ടും നമ്മൾ ബീഡ് ഇട്ട് കൊടുക്കുക. നമ്മൾക്ക് ബീഡിൻ്റെ നമ്പറുകളും കളറുകളും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള ഐഡിയാസൊക്കെ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ആയിട്ടിടുക. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വീഡിയോ ഷെയർ ചെയ്തിരുന്നു, ഫോട്ടോ ഷെയർ ചെയ്തിരുന്നു, അത് വെച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഐഡിയാസും വീഡിയോ ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ പിൻട്രസ്റ്റിൽ കണ്ട ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളിട്ട ആ ഡോട്ടുകളുണ്ടല്ലോ അത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്ത് എൻഡ് വരെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട്. എൻഡ് വരെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലോട്ടൊരു ബീഡ് ഇടാം കേട്ടോ. ഒരു ബീഡ് ഇട്ടതിന് ശേഷം അതിലേട്ട് തന്നെ ആ ഹോളിലോട്ട് തന്നെ നമ്മൾ കുത്തിയിറക്കുകയാണ് ചെയ്യുന്നത് താഴത്തോട്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വലിച്ചു കൊടുക്കുക. നമ്മൾ ആ ത്രെഡൊക്കെ കറക്റ്റാക്കി ഭംഗിയാക്കി കൊടുക്കുക. അതിന് ശേഷം മാത്രമാണ് അടുത്തത് സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ. തൊട്ടടുത്തായിട്ട് നമ്മൾ കുത്തിയിറക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. എന്നിട്ടൊന്ന് കറക്റ്റാക്കി കൊടുക്കുക. നമ്മുടെ ബീഡൊക്കെ എവിടേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ റെഡ് ബീഡും കൂടെ ഇടയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല ഭംഗിയാക്കി കൊടുക്കുക. നൂലൊക്കെ നല്ല വൃത്തിക്ക് കൊടുത്തതിന് ശേഷം അടുത്തുള്ള നൂല് ഉൾഭാഗത്ത് കൊണ്ടുവന്നിട്ട് അടുത്തുള്ള നൂലിൽ ഒന്ന് കെട്ടി ഉറപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള ത്രെഡ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തുടങ്ങുന്ന ഭാഗത്തും അതുപോലെ തന്നെ ലാസ്റ്റ് അവസാനിപ്പിച്ച ഭാഗത്ത് നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു ബ്രൗൺ കളർ ത്രെഡ് ഇതേപോലെ തന്നെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ആ ഒരു സ്റ്റെമ്മിന് വേണ്ടിയിട്ടുള്ളൊരു പോർഷൻ റെക്റ്റാങ്കിൾ പീസ് വരച്ചില്ല, ഇത് കറക്റ്റായിട്ട് വരയ്ക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ചുറ്റി കൊടുക്കുക. ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡിലും ഒരേപോലെ വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റ് അങ്ങനെ ചെയ്യണം കേട്ടോ. മറ്റേതിൽ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് പക്ഷേ അങ്ങോട്ടും ആയിട്ട് തുന്നി കൊടുത്താൽ മാത്രമാണ് ഫുള്ളായിട്ട് നിൽക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യാണ്. അപ്പോൾ കുറച്ച് ത്രെഡുകൾ ഇടുമ്പോൾ എപ്പോഴും സാധാ നൂലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, വുള്ളൻ ത്രെഡൊക്കെ ആണെങ്കിൽ ഒറ്റ ത്രെഡ് മതി. അല്ലെങ്കിൽ സാധാ നൂലാണെങ്കിൽ നമ്മൾ കുറച്ച് അധികം തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിന് സ്കൂളിലൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടും അല്ലെങ്കിൽ ക്രിസ്മസിന് നമ്മൾ ആരെങ്കിലുമൊക്കെ ക്രിസ്മസ് കാർഡൊക്കെ അയക്കുന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ട് കാർഡ് ഉണ്ടാക്കി അയക്കട്ടെ. നല്ല ഭംഗിയാണ്. അപ്പോൾ അതും ഉള്ളിൽ കൊണ്ടുവന്ന് കെട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ബ്രൗൺ കളറിന് അത്രയും ഒരു പഞ്ച് പോരായിരുന്നു ആ കളർ കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബ്രോൺസ് കളർ എടുത്തിട്ട് കറക്റ്റായിട്ട് ആ ഒരു സ്റ്റെമ്മിൻ്റെ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇത് കൊടുത്തോട്ടെ. ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഒരു ക്രിസ്മസ് ട്രീയുടെ തീമിലാണ് നമ്മൾ ചെയ്തത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കോഡ്സ് എഴുതാം, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ കോഡ്സ് എഴുതാം, ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഷർട്ടിൻ്റെ ഉള്ളിലത്തെ സംഭവം ഒന്നും കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഏതെങ്കിലും ഒരു കട്ടിയുള്ള പേപ്പറോ സാധാരണ പേപ്പറിലോ ഒക്കെ ട്രൈ ചെയ്തൊക്കെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്